പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ആലോചന സ്വീകരിച്ച് അത് ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം. പ്രവാചകൻ്റെ ദൗത്യം ഒന്ന് ഭൂമിയിൽ നടക്കുന്ന, ഭൂതലത്തിൽ നടക്കുന്ന, മനുഷ്യരിൽ നടക്കുന്ന, മനുഷ്യൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ലോകത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തോട് അത് പറയുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതിൻ്റെ മറുപടി പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ആലോചന കേൾക്കുകയും അത് ജനത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ജോലിയാണ് പ്രവാചകൻ്റെ ഡ്യൂട്ടി. അതായത് ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവത്തിന് മാത്രമേ അറിയിക്കാൻ സാധിക്കത്തുള്ളൂ. ഇതൊക്കെ ദൈവം അറിയിച്ചാൽ മാത്രമേ അറിയുന്നുള്ളൂ. ദൈവത്തെയും ദൈവത്തിൻ്റെ ഇഷ്ടത്തെയും അറിയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച, പരിശുദ്ധാത്മാവും ആയി ആത്മബന്ധമുള്ള ദൈവത്തിൻ്റെ പ്രവാചകനോട് അറിയിക്കാതെ ദൈവം ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യം ചെയ്യത്തില്ല. കാരണം നാം വസിക്കുന്ന ഈ ഭൂമി ദൈവത്തിൻ്റെതാണ്, ഭൂതലം ദൈവത്തിൻ്റെതാണ്, ഭൂനിവാസികൾ ദൈവത്തിൻ്റെതാണ്. ഇവിടെ എന്തു സംഭവിച്ചാലും ആ സംഭവിക്കുന്നതിന് മുമ്പ് ദൈവം തൻ്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദൈവം നീതിമാനും ന്യായാധിപതിയുമായതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ദൈവം മനുഷ്യനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു, മനുഷ്യനെ സ്നേഹിക്കുന്നു. ഈ അപ്പൻ്റെ ഹൃദയത്തെ, ഈ ആത്മീയ പിതാവിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും സംശയവും അവിശ്വാസവും സ്വന്തം ഇച്ഛയും കാരണം സ്വന്തം ഇഷ്ടത്തിനൊത്തോണം പോകേണ്ടതിന് ആഗ്രഹിക്കുന്ന നിമിത്തം ഈ അപ്പനുമായിട്ട് ചേർന്ന് വസിക്കാൻ പറ്റുന്നില്ല. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ വായിൽ നിന്നും മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാളാണ് പുറപ്പെടുന്നത്. ഇരുവായ്ത്തല ഉള്ള വാളിന് രണ്ട് പ്രത്യേകതയുണ്ട്. ദൈവം അരുളപ്പാട് അറിയിക്കുമ്പോൾ ആ അരുളപ്പാട് കൊണ്ട് അതനുസരിക്കുന്നവർക്ക് നന്മയ്ക്കായും അതനുസരിച്ചില്ലെങ്കിൽ അത് തിന്മയ്ക്കായും ഭവിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ഹിതപ്രകാരം അറിയിക്കുന്നില്ല എങ്കിൽ ആ വചനം തന്നെ, താൻ ഉപയോഗിക്കുന്ന വചനം ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരായി പ്രവാചകൻ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെയും വെട്ടും. അപ്പം അതുകൊണ്ട് ദൈവവചനം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്.